പ്രമേഹത്തെ ഒരു മരണ വാറന്റായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ 1922 ഒരു അത്ഭുത കണ്ടെത്തൽ ഈ സ്ഥിതിയെ മാറ്റിമറിച്ചു. അതാണ് ഇൻസുലിൻ. കാനഡയിലെ ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നാണ് ഇൻസുലിൻ കണ്ടെത്തിയത്. പ്രമേഹമുള്ള ഒരു നായയിൽ അവർ ഇൻസുലിൻ കുത്തിവെച്ചപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് അവർ കണ്ടു. പിന്നീട് ജെയിംസ് കോളിപ്പ് എന്ന ബയോ കെമിസ്റ്റിന്റെ സഹായത്തോടെ അവർക്ക് മനുഷ്യരിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ശുദ്ധമായ ഇൻസുലിൻ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞു. 1922 ജനുവരി 11 14 വയസ്സുള്ള ലിയോനാർഡ് തോംസൺ എന്ന ബാലൻ ആദ്യമായി ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കുന്നത്. അവന്റെ നില വളരെ ഗുരുതരമായിരുന്നു. പക്ഷേ ഇൻസുലിൻ നൽകിയതോടെ അവൻ അതിവേഗം സുഖം പ്രാപിച്ചു. ഇത് ലോകമെമ്പാടുമുള്ള പ്രമേഹ രോഗികൾക്ക് വലിയ പ്രത്യാശ നൽകി. ഇൻസുലിൻ കണ്ടുപിടുത്തം വൈദ്യശാസ്ത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. ഒരു കാലത്ത് മാരകമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു രോഗത്തെ നിയന്ത്രിക്കാൻ ഇത് സഹായിച്ചു. ഈ കണ്ടെത്തലിന് 1923 ബാൻഡിങ്ങിനും മക്ലിയോയിഡിനും വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഇന്നും പ്രമേഹ ചികിത്സയിൽ ഇൻസുലിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ അത്ഭുത കണ്ടെത്തൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്തു.